മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇൻടാക്റ്റ് ആയിട്ടുള്ള ഡെഡ് ബോഡീസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 9 അതിൻ്റെ ഉള്ളിൽ 8 പേരെ ഐഡൻറ്റിഫൈ ചെയ്തു. ആ 8 പേരെ നമ്മൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഒരെണ്ണമാണ് അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ളത്. അതിൻ്റെ DNA സാമ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ മൊത്തം അഡ്മിറ്റഡ് ആയിരിക്കുന്നത് 11 പേര്. അതിൽ 5 പേരുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത്. അതിൽ 2 പേര് വെന്റിലേറ്ററിലാണ്. അതിലൊരാൾക്ക് റീസെൻ്റ് ആയിട്ടൊരു സർജറിയും കൂടി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എലൈറ്റ് ഹോസ്പിറ്റലിൽ 2 പേര് അഡ്മിറ്റഡ് ആണ്. ഡിസ്ചാർജ് ചെയ്ത് പോയിരിക്കുന്നത് 3 പേരായിരുന്നു. അതിലൊരു സാജൻ വീണ്ടും എലൈറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ തേടിയിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ സുരക്ഷിതമായിട്ട് എത്തിയിരിക്കുന്നതെന്ന് പറയുന്ന നമ്മുടെ കയ്യിലുള്ള കണക്ക് ഇപ്പോൾ 10 പേരുടെയാണ്. ഇതിൽ നമുക്ക് ബോഡി പാർട്സ് ഇന്നലെ ഇന്നുമായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. റിസീവ് ചെയ്തിരിക്കുന്ന നമുക്ക് DNA സാമ്പിൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പാർട്സിൽ നിന്നും ഡോക്ടേഴ്സ് ഇപ്പോൾ DNA സാമ്പിൾസ് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് കൂടാതെ അത് മാച്ച് ചെയ്ത് നോക്കാനായിട്ട് ഇവിടെ മിസ്സിംഗ് ആയിട്ട് എത്തിയിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സിൻ്റെ DNA സാമ്പിൾസ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരമ്മയ്ക്ക് വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. അവരും കൂടി വന്നു കഴിഞ്ഞാലാണ് ആ പ്രക്രിയ പൂർത്തിയാവുകയുള്ളൂ. അതിനുശേഷം DNA സാമ്പിൾസ് ട്രിവാൻഡ്രത്തുള്ള ലാബിൽ ടെസ്റ്റ് ചെയ്ത് അവർ പറയുന്നത് മാക്സിമം 10 days ആണെങ്കിലും വിത്തിൻ 3 to 4 days നമുക്ക് അതിൻ്റെ റിസൾട്ട് തരാമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ മിസ്സിംഗ് ആയിട്ട് നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന എണ്ണം എന്ന് പറയുന്നത് 4 പേരുടെയാണ് റിലേറ്റീവ്സ് എല്ലാവരും എത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് വരുന്ന കോൾസ് നമ്മൾ റീകൺസൈൽ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ച് പേരുകൾ സെയിം ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാക്ട് ലിസ്റ്റ് എനിക്ക് തോന്നുന്നു വൈകുന്നേരത്തോടു കൂടി മൊത്തം റീകൺസൈൽ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഇനി ആരെങ്കിലും അറിയിക്കാത്തതുണ്ടെങ്കിൽ നമുക്കതിപ്പോൾ പറയാനായിട്ട് സാധിക്കില്ല. 4 പേര് ഇവിടെ ഇപ്പോൾ ഫാമിലീസ് എത്തിയിട്ടുണ്ട്. 32 ബോഡി പാർട്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ടിഷ്യൂസും കൂടി കിട്ടിയിട്ടുണ്ട്. അത് അവരൊരു ബോഡി പാർട്ടായിട്ട് ഇപ്പോൾ കണക്കാക്കുന്നില്ല. DNA സാമ്പിൾ എടുക്കാൻ പറ്റുന്നതിൻ്റെ എണ്ണമാണ് അവരിപ്പോൾ പറയുന്നത്. ഇല്ല, അതിൻ്റെ എക്സാക്ട് കണക്ക് ഇപ്പോൾ എല്ലാ മിസ്സിംഗ് കേസുകളും നമുക്ക് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് പറയാൻ പറ്റുക. ഇല്ല, അത് എൻക്വയറിക്ക് ശേഷം അറിയിക്കുന്നതാണ്. അല്ല, ഓൾറെഡി അവരുടെ ടീം ഇവിടെ ഉണ്ട്. അവരിപ്പോൾ ബോഡി പാർട്സിൻ്റെ ഫുൾ എടുത്തു കഴിഞ്ഞു. അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ എടുത്തു കഴിഞ്ഞു. പിന്നെ അവരുടെ റിലേറ്റീവ്സ് അവൈലബിൾ ആയിട്ടുള്ളവരെടുത്തു. ഒരാളുടെ അമ്മയുടെ സാമ്പിൾ വേണമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിനുശേഷം അവർ ആ സാമ്പിൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അതിൻ്റെ ടെസ്റ്റിംഗ് നടത്തുന്നതാണ്. അവർ പറയുന്ന മാക്സിമം 10 days ആണെങ്കിലും 3 to 4 days വിത്തിൻ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി പാർട്സ് ചിലപ്പോൾ ഒരാളുടെ ആയിരിക്കാം, ചിലപ്പോൾ അത് വേറെ ആളുകളുടെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എണ്ണം ഇപ്പോൾ പറയാനായിട്ട് പറ്റുന്നില്ല. അവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കുറച്ച് എന്തെങ്കിലും മരുന്നുകൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള പ്രൊസീജിയർ നടക്കും. അല്ല, അവിടെ എനിക്ക് ഈ കടാവർ ഡോഗ്സ് അടക്കമുള്ളവർ ബാക്കിയുള്ള മിസ്സിംഗ് ബോഡി പാർട്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി മിസ്സിംഗ് കേസുകൾ നമുക്ക് വന്നതും ബാക്കി DNA ടെസ്റ്റിനും കൂടി വന്നു കഴിഞ്ഞാലാണ് നമുക്കൊരു ധാരണയാവുള്ളൂ ഇതിൻ്റെ നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ. 4 പേര് ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ അടുത്തിന് ഇൻഫർമേഷൻ തരാത്ത ആരെങ്കിലും ബാക്കിയുണ്ടോ എന്നുള്ളത് അറിയില്ല. അതുപോലെ ഇപ്പോൾ കൺട്രോൾ റൂമിലേക്ക് വരുന്ന കോൾസും കൂടി നമുക്ക് റീകൺസൈൽ ചെയ്യാനുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.